നമസ്കാരം. ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അപമാനമുണ്ടാക്കുന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പലപ്പോഴും പറയാറ് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിന് സംഘപരിവാർ നേതൃത്വം കൊടുത്തു എന്ന് പലപ്പോഴും അവകാശപ്പെടാറുണ്ട്. കാര്യമെന്തായാലും പക്ഷേ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡൽഹിയിലെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥികളെ, യുവതികളെ, വിദ്യാർത്ഥിനികളെ അടിച്ചമർത്തുന്നത്. ഒരു കാലഘട്ടത്തിൽ താൻ ജയപ്രകാശ് നാരായണൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഡോക്ടർ ലോഹിയെ ഒക്കെ പലതവണ അദ്ദേഹം പറയുന്നത് കേൾക്കാറുണ്ട്. ലോഹിയും ജയപ്രകാശ് നാരായണനും സാർ അവർ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ സമരം ചെയ്താണ് വളർന്നു വന്നത്. കേരളത്തിൽ പട്ടം താണുപ്പിള്ള മുഖ്യമന്ത്രിയായിരിക്കെ നിരായുധരായ സമരം നടത്തിയ ഒരു പറ്റം ആളുകൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൻ്റെ പേരിൽ, പോലീസ് നടപടി ഉണ്ടായതിൻ്റെ പേരിൽ തൻ്റെ പാർട്ടിയുടെ കീഴിലുണ്ടായിരുന്ന പട്ടം താണുപിള്ളയുടെ ഗവൺമെൻറ്റിനോട് രാജിവെച്ച് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും ആ പട്ടം താണുപിള്ള രാജിവെക്കാത്തതിൻ്റെ പേരിൽ താൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത ധീരനായ രാഷ്ട്രീയ നേതാവാണ് ഡോക്ടർ റാം മനോഹർ ലോഹ്യ. ജീവിതത്തിലുടനീളം ഒരു അധികാര സ്ഥാനത്തെയും സമീപിക്കാത്ത മഹാനായ നേതാവാണ് ജയപ്രകാശ് നാരായണൻ. ഇവരെ രണ്ടുപേരെയും നിങ്ങൾ പലപ്പോഴും കൂട്ടുപിടിക്കാറുണ്ട് അങ്ങയുടെ നയങ്ങളെ ന്യായീകരിക്കാൻ. ഈ രണ്ടു പേരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും ശക്തമായി വിദ്യാർത്ഥികളുടെ കൂടെ സമരത്തിന് സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ അവരുണ്ടാകുമായിരുന്നു. 1970കളിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക്, അഴിമതിക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് തൻ്റെ വാർദ്ധക്യകാലത്ത് നേതൃത്വം കൊടുത്ത ജയപ്രകാശ് നാരായണനെ പലപ്പോഴും തങ്ങൾ കൂട്ടുപിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഉദ്ധരിക്കാൻ പോലും അങ്ങക്ക് ധാർമ്മികമായ അവകാശമില്ല. ഡോക്ടർ ലോഹിയുടെ പേര് പോലും പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധാർമ്മികമായി ഒരു അവകാശവുമില്ല. അദ്ദേഹം ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പിലാക്കിക്കൊണ്ട് ഡൽഹിയിൽ വിദ്യാർത്ഥികളെ, സ്ത്രീകളെ പുരുഷ പോലീസുകാർ ആക്രമിക്കുകയാണ്. അതേപോലെ തന്നെ കുട്ടികളെ തല്ലിച്ചതക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പോലും റോഡിലൂടെ വലിച്ചഴച്ച് അറസ്റ്റ് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള മാന്യതയുമില്ലാത്ത രാഷ്ട്രീയ നടപടികളാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ത്യയുടെ BJPയുടെ സംവിധാനങ്ങളോട് ചോദിക്കാനുള്ളത്, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ, ആ ചോദ്യമുണ്ടാക്കിയ ആളുകൾ തെരുവിലൂടെ നടന്ന് കടല വിൽക്കുന്നത് പോലെ വിറ്റപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പണി എന്തായിരുന്നു? ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ? വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തരവാദിത്വമല്ലേ? NTA-ക്ക് ഉത്തരവാദിത്വമല്ലേ? ഇത്രയും വ്യാപകമായി ചോദ്യപേപ്പർ വിറ്റടിച്ചിട്ട് അത് കണ്ടറിയാനോ മുൻകൂട്ടി മനസ്സിലാക്കാനോ സുരക്ഷാ സംവിധാനം ഒരുക്കാനോ സാധിക്കാത്തതിൻ്റെ പേരിലാണ് 21 പിഞ്ചു കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആ കുടുംബങ്ങൾക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടു. അവർക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അവർ സ്വന്തം വീട്ടിലെ കാര്യത്തിനോ അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രവേശനം കിട്ടാനോ വേണ്ടിയിട്ടല്ല. ഈ കുട്ടികളുടെ എത്ര കുട്ടികളുടെ ഭാവിയാണ്? ആദ്യത്തെ എൻട്രൻസിൽ ജയിച്ച എത്ര കുട്ടികൾ രണ്ടാമത്തെ എൻട്രൻസിൽ പരാജയപ്പെട്ടു പോയി? അവരുടെയൊക്കെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സത്യസന്ധമായി പരീക്ഷ എഴുതി ജയിച്ച കുട്ടികൾ രണ്ടാമത്തെ പരീക്ഷയിൽ തോറ്റുപോയിട്ടില്ലേ? അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇത്രയും ക്രൂരമായിട്ട് ഈ രാജ്യത്തെ കുട്ടികളോട് പെരുമാറിയതും പോരാ, ആ സമരം ചെയ്ത ആളുകളെ തല്ലിച്ചതയ്ക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം അത് നിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന പ്രവർത്തനമാണ്. തീർച്ചയായും ഈ കുട്ടികൾക്ക് നീതി കൊടുക്കണം. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഈ സമരത്തിൻ്റെ പുറകിൽ അണിനിരക്കണം. ഇത്രയും ക്രൂരമായി സംഘപരിവാറിന് മാത്രമേ പെരുമാറാൻ സാധിക്കുള്ളൂ. സ്ത്രീകളെ പുരുഷ പോലീസുകാർ ആക്രമിക്കുന്നു, വലിച്ചഴയ്ക്കുന്നു, അടിക്കുന്നു. ഇത്രയും ക്രൂരമായി പെരുമാറുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരുപറ്റം സംഘപരിവാറുകാർ രംഗത്ത് വരുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. രാജ്യദ്രോഹ പ്രവർത്തനമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ വിരുദ്ധമായിക്കൊണ്ട് ഈ രാജ്യത്തെ സമരം ചെയ്യുന്ന ആളുകളെ തല്ലിച്ചതച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സംവിധാനങ്ങളും ഭരണക്രമങ്ങളുമാണ് ഈ രാജ്യത്ത് നടന്നു പോകുന്നത്. എല്ലാ കാലത്തും ജനങ്ങളെ വർഗീയതയുടെ പേരിൽ വേർതിരിച്ച് നിർത്താൻ സാധിക്കില്ല എന്ന് തെളിയുകയാണ്. സോനം വാങ്ചുക്കിനെ പോലെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് എല്ലാ ധാർമ്മിക പിന്തുണയും ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. നന്ദി, നമസ്കാരം.